ഒരു ക്ലീനിങ്ങിൻ്റെ ടിപ്പുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നമ്മൾ മുഖം നോക്കുന്ന കണ്ണാടി ഉണ്ടല്ലോ, അപ്പോൾ ആ കണ്ണാടി എങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാം. അത് നല്ല ചില സമയത്ത് നമ്മൾ വാഷ് ബേസിൻ്റെ അവിടെയാണെങ്കിലും നമ്മുടെ അലമാരയുടെ കണ്ണാടിയൊക്കെ ആണെങ്കിലും ഒരു കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു ഫ്രഷ്നെസ് പോകും. നമ്മൾ എത്ര തുണി കൊണ്ടൊക്കെ തുടച്ച് കഴിഞ്ഞാൽ, വെള്ളം തൊട്ട് എന്തെങ്കിലും കൊണ്ട് തുടച്ച് കഴിഞ്ഞാൽ ആ ഒരു പാടും അതുപോലെ ഉണ്ടാവും. അപ്പോൾ ഇന്നത്തെ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ ആ കണ്ണാടി മുഖം നോക്കുന്ന കണ്ണാടികൾ എങ്ങനെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അതിനൊരു സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണുള്ളത്. അപ്പം നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ആ കാര്യം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടിപ്പോവും. സത്യം പറഞ്ഞാൽ അത് വേറെ ഒന്നുമല്ല, അത് യൂസ് ചെയ്യുന്നത് എന്താണെന്ന് നമുക്ക് കാണാം. നമ്മുടെ കണ്ണാടി ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് വേറെ ഒന്നുമല്ല, നമ്മുടെ കട്ടൻ ചായയാണ്. സാധാരണ നമ്മൾ കുടിക്കുന്ന കട്ടൻ ചായയില്ലേ, ആ കട്ടൻ ചായയാണ് വേണ്ടത്. അപ്പോൾ കട്ടൻ ചായ ഇടുമ്പോൾ നല്ല കടുപ്പത്തിൽ നമുക്ക് കട്ടൻ ചായ ഇടണം. അപ്പോൾ ഒരു ഗ്ലാസ് വെള്ളത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ. പിന്നെ നമുക്ക് കുറച്ച് കിച്ചൺ ടിഷ്യൂ ആയാലും മതി, അല്ലെങ്കിൽ നല്ല കോട്ടൺ തുണിയാണെങ്കിലും മതി. ഇത് രണ്ടും മതി നമുക്ക് കണ്ണാടി ക്ലീൻ ചെയ്യാനായിട്ട്. അപ്പോൾ ആദ്യം നമുക്ക് കട്ടൻ ചായ ഇടാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വെള്ളമെല്ലാം വെച്ചിട്ടുണ്ട്. അപ്പോൾ വെള്ളം ഇപ്പോൾ തിളച്ച് വരുന്നതിനനുസരിച്ച് നമുക്ക് ചായപ്പൊടി ഇട്ട് കൊടുക്കാം. അപ്പം ഇതിൽ പഞ്ചസാര വേണ്ട, വെറും ചായപ്പൊടി മാത്രം മതി കേട്ടോ. അപ്പോൾ കട്ടൻ ചായ എന്ന് പറയുമ്പോൾ മധുരത്തോടു കൂടി വേണമെന്ന് ഡൗട്ട് ഉണ്ടാവും. മധുരമൊന്നും വേണ്ട, വെറും കട്ടൻ ചായ മാത്രം മതി. വെള്ളം നല്ല പോലെ തിളച്ചിട്ടുണ്ട്. ചായപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു 2 സ്പൂണോളം നമുക്ക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇത് ഒരു ഗ്ലാസ് വെള്ളത്തിനാണ് വെച്ചിട്ടുള്ളത്, അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. നല്ല പോലെ വെട്ടി തിളച്ച് നല്ല തിളച്ച് വരണം. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇത് നല്ല പോലെ തിളച്ച് നല്ല കളറിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫാക്കിയതിന് ശേഷം ഇതൊന്ന് തണുത്ത് വരണം. തണുത്ത് വരുന്നവരെ നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇനി നമുക്കിത് നല്ല പോലെ ഒന്ന് അരിച്ചെടുക്കാം. ഞാൻ ആദ്യം ഒരു റൗണ്ട് ഒന്ന് തെളിച്ച് ഒഴിച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഞാനിത് നല്ലപോലെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇങ്ങനെ വേണമെങ്കിലും ടിഷ്യൂ പേപ്പർ മുക്കി നമുക്ക് തുടച്ചെടുക്കാം. അല്ലെങ്കിൽ നമുക്കൊരു സ്പ്രേ ചെയ്യുന്ന ഒരു ബോട്ടിലോട്ട് മാറ്റിയിട്ട് ചെയ്ത് കൊടുക്കാം. ആ സ്പ്രേ ചെയ്യുന്ന ബോട്ടിലോട്ട് മാറ്റി ചെയ്യുമ്പോഴാണ് നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. നമുക്ക് ഇതുപോലൊരു ബോട്ടിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ലപോലെ അരിച്ച് വേണം നമ്മൾ ഒഴിച്ചു കൊടുക്കാനായിട്ട് കേട്ടോ. അല്ലെങ്കിൽ ഇത് ചിലപ്പോൾ സ്പ്രേ ചെയ്യുമ്പോൾ അതിലേക്ക് കയറി വരാൻ ചാൻസ് ഉണ്ട്. നല്ലപോലെ തണുത്തതിന് ശേഷം മാത്രമേ ഇതുപോലുള്ള ഒരു ബോട്ടിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കാവുള്ളൂ. അപ്പോൾ ഇനി ഇത് കൊണ്ടുപോയി നമുക്ക് നല്ലപോലെ ക്ലീൻ ചെയ്തെടുക്കാം. ഇതിലിപ്പോൾ കണ്ടോ കുറച്ച് പാടുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ 2 ദിവസം മുന്നേ ഇതിന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഇപ്പം ആദ്യം നമുക്ക് കുറച്ച് കട്ടൻ ചായ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടൊരു 5 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നമുക്ക് തുടച്ചെടുക്കാം. തുടച്ചെടുക്കുന്ന ഒരു പ്രത്യേക രീതിയിലാണ് നമ്മൾ തുടച്ചെടുക്കേണ്ടത്. അപ്പോൾ ആദ്യം നമുക്കിത് കട്ടൻ ചായ അടിച്ച് കൊടുക്കാം. കട്ടൻ ചായ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. കണ്ടോ, താഴോട്ട് ഒഴിച്ചിറങ്ങിയാലും കുഴപ്പമില്ല. നല്ലപോലെ ഇപ്പം നമ്മളിപ്പോൾ നോക്കുന്ന സമയത്ത് ഇത് നല്ലപോലെ ബ്ലറായിട്ടുണ്ട്. അതൊന്നും കുഴപ്പമില്ല. നല്ല പോലെ നമ്മൾ സൈഡിലൊക്കെ ഇതിന് ഡിസൈനൊക്കെ ഉണ്ട്, അവിടെയൊക്കെ അഴുക്ക് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അവിടെ ഫുള്ള് ഞാനിപ്പം അടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇനി ഇത് നല്ല അടിച്ചു കൊടുത്തിട്ടുണ്ട്. കുറച്ചൊക്കെ ഇങ്ങനെ തറയിൽ ഒലിച്ച് പോവും, അതൊന്നും പ്രശ്നമില്ല. ഇപ്പം ഞാൻ നല്ല പോലെ അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 5 മിനിറ്റ്സ്, മാക്സിമം 5 മിനിറ്റ്സ് മതി. അതിന് ശേഷം നമുക്ക് ആദ്യം ടിഷ്യൂ പേപ്പർ കൊണ്ട് ഒന്ന് തുടച്ചെടുക്കാം. നമ്മളിപ്പോൾ അടിച്ചു കൊടുത്തിട്ട് 2-3 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഇനി നമുക്കിത് തുടയ്ക്കുന്നത് നമ്മൾ പോലെ നമ്മൾ തുടച്ചെടുക്കണം. ഇവിടെ നിന്ന് ഇങ്ങനെ തുടച്ചിട്ട് നമ്മൾ ഇങ്ങനെ വന്നിട്ട് പിന്നെ ഇങ്ങനെ തുടയ്ക്കണം കേട്ടോ. കണ്ടോ, അത് കഴിഞ്ഞിട്ട് കുറച്ച് താഴോട്ട് വന്നിട്ട് പിന്നെ നമ്മൾ ഇങ്ങനെ തുടയ്ക്കണം. അപ്പം നമുക്ക് തുടയ്ക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഇതിനകത്തുള്ള അഴുക്ക് എന്തുമാത്രം ഇങ്ങനെ ഇറങ്ങി പോകുന്നുണ്ടെന്ന്. അടുത്തത് ഇങ്ങനെ തുടയ്ക്കുക. പോലെ നമ്മളിതിൽ നിന്ന് തുടച്ചെടുക്കാവും. കണ്ടോ, ഫസ്റ്റ് ഞാൻ തുടച്ചെടുത്തിട്ടുണ്ട്. അപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലായി എന്തോരം അഴുക്കാണ് ഇതിൽ പോയത്. വെറും ഒരു കട്ടൻ ചായ കൊണ്ടാണ് നമ്മൾ ഇത്രയും ക്ലീൻ ചെയ്തെടുത്തിട്ടുള്ളത്.
ഇത് ഇതിനകത്തുള്ള എന്തോ ഫെയ്ഡായതാണ് കേട്ടോ. ഒരു നേരത്തെ ഇതിനകത്ത് കുറച്ച് പാടുകളൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം പോയിട്ടുണ്ട്. കണ്ടോ, എസ്സിൻ്റെ പോലെ നമ്മൾ ഇതിന് തുടച്ചെടുക്കാവുള്ളൂ, സ്ട്രൈറ്റ് ആയിട്ട് നമ്മൾ തുടച്ചെടുക്കരുത്. നോക്കി കണ്ടോ എന്തുമാത്രം ക്ലീനായി വന്നിട്ടുണ്ട്. എന്തോ കണ്ടോ, നേരത്തെ ഇരുന്നാണക്കല്ല കണ്ടോ. ഇതിൻ്റെ അകത്ത് നേരത്തെ ഉണ്ടായിരുന്നൊരു പാടാണ്, അത് പോകുന്നില്ല. അത് ഇവരെന്തോ ചെയ്തതാണ് അച്ഛനും മോനൊക്കെ. കണ്ടോ, ബാക്കി നല്ല ക്ലീനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ക്ലീനിങ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ? നല്ല പോലെ ക്ലീനായി വന്നിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല പോലെ ഇത് ക്ലീനായി വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഞാൻ തന്നെയാണ് വീഡിയോ എടുക്കുന്നത്, അപ്പോൾ അതിൻ്റെ ഒരു കണ്ണാടിയിൽ എടുക്കുന്നതിൻ്റേതായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. കണ്ണാടി നല്ല ക്ലീനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇത് ട്രൈ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും അവർ കണ്ണാടിയിലൊക്കെ ഇങ്ങനെ പിടിച്ചിട്ട് അതിൽ കയ്യിൽ ഇംപ്രഷൻസ് ഒക്കെ ഉണ്ടാക്കിയിട്ടേക്കും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ളൊരു വീഡിയോയാണ്. അപ്പോൾ എല്ലാവരും അത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ എന്നെ അറിയിക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എൻ്റെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.